എനിക്ക് ചോദിക്കുവാനുള്ളത്, കേരളത്തിന് പുറത്ത് ഒരേ സഖ്യകക്ഷിയായിട്ട് നിൽക്കുന്ന കോൺഗ്രസും CPM-ഉം എല്ലാവരും ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് രണ്ടു പേരോടുമായിട്ടാണ് എനിക്ക് ചോദ്യം. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ രണ്ടായിട്ട് നിൽക്കുന്നു, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് നിൽക്കുന്നു. ഈ പറഞ്ഞ ഇപ്പോഴത്തെ പോലെ തന്നെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറയുന്ന 70 വയസ്സിന് മുകളിലുള്ള വൃദ്ധജനങ്ങൾക്ക് 5 ലക്ഷം രൂപ ഒരു വരുമാന പരിധിയുമില്ലാതെ കിട്ടുന്ന ചികിത്സാ സഹായം ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ വൃദ്ധജനങ്ങളും ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡെടുത്ത് ATM-ൽ അക്കൗണ്ട് ഇല്ലാത്തവൻ്റെ ATM കാർഡ് ഇരിക്കുന്ന പോലെ തന്നെ ഈ കാർഡുമായി നോക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA-യും ബഹുമാനപ്പെട്ട LDF-ൻ്റെ പ്രതിനിധിയും നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാതിനിധ്യമുള്ള ഒരു നിയമസഭയാണ് ഇവിടെയുള്ളത്. പാലായുടെ തന്നെയുള്ള റോഷി യോശനും മാണി സി കാപ്പൻ എന്ന് പറയുന്ന MLA-യുടെ അടുത്ത് ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ ഇതിനൊരു നിവേദനം കൊടുത്തു. അങ്ങേക്ക് നിയമസഭയിൽ ഇതിനൊരു സബ്മിഷൻ ഉന്നയിച്ച് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാമെന്ന്. പക്ഷേ ഇന്ന് വരെ മുണ്ട് മുറുക്കി കൊടുക്കാൻ പോലും നിയമസഭയിലേക്കാത്ത മാണി സി കാപ്പൻ അതിൻ്റെ ഒരു നടപടികളും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നിവേദനം ചവറ്റുകുട്ടയിലുമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ റോഷി ഹാസൻ മന്ത്രിക്കും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു കത്തയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അവർ ഭാഗമാകുന്ന ഈ LDF സർക്കാർ എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല? ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഈ സാഹചര്യമുള്ള ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് നിങ്ങൾ എന്താണ് രണ്ടു കൂട്ടരും തടസ്സം നിൽക്കുന്നത്? ഓക്കെ, വർഗീയത എന്ന് പറഞ്ഞിട്ടാണ് ഈ 6000 കോടി ലാപ്സാക്കിയത്. യെസ്, അതിന് ആയുഷ്മാൻ ഭവൻ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ നിവേദനം കൊടുത്തു. അദ്ദേഹം പറഞ്ഞ നിവേദനമാണോ മന്ദിരമാണോ പ്രശ്നം? അല്ല, അതിനെപ്പറ്റി പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയാം. അദ്ദേഹം കൊടുത്ത അപേക്ഷ അത് കവറിംഗ് ലെറ്റർ വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിവരം എനിക്ക് അതിന്റെ ഒരു മറുപടിയും MLA-യുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ആ പദ്ധതിയോടുള്ള വിയോജിപ്പിന്റെ കാരണം എന്താണ്? ആ പദ്ധതിയോടുള്ള വിയോജിപ്പിന് കാരണം മറ്റുള്ളവധി കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു ഭരണകൂടത്തിന്റെ ഒരു വർഗീയപരമായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് അല്ല, നിങ്ങളല്ലേ പറയുന്നത് വർഗീയത കൊണ്ടാണ്. വർഗീയത എന്ന് പിന്നെ എന്തുകൊണ്ട് നടപ്പിലാക്കും? ആവശ്യം വരുന്ന സമയത്ത് നടപ്പിലാക്കും. വണ്ടി പോയി നടപ്പിലാക്കി. അതെ, ഓക്കെ. ആയുഷ്മാൻ ഒരു തരത്തിലേക്ക് സംസാരം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞ ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞ് വർഗീയത കൊണ്ടാണ് അത് നടപ്പിലാക്കാത്തതെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആരോഗ്യമന്ത്രി പറഞ്ഞതാ, മുഖ്യമന്ത്രി പറഞ്ഞതാ. അതിനെ സംബന്ധിച്ച് എനിക്ക് മറുപടി പറയാൻ. പ്രിയ സുഹൃത്ത് ജയസൂര്യൻ ഒരു കാര്യം പറഞ്ഞു പാലാ ആശുപത്രിയെ പറ്റി. LDF-ന്റെ പ്രതിനിധിയായ ഞാനും BJP-യുടെ മുൻ നിയോളം പ്രസിഡന്റായ എൻ്റെ പ്രിയ സുഹൃത്തും ഇവിടുത്തെ ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ അംഗമാണ്. ആ ആശുപത്രിയിൽ 52 ഡോക്ടർമാരും 400 ആരോഗ്യ പ്രവർത്തകരും 24 മണിക്കൂർ ലാബ് സൗകര്യവും രോഗനിർണയ സൗകര്യം ഉൾപ്പെടെയുള്ള കാഷ്വാലിറ്റി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകും. ഒരു കാര്യം പറയാം. ഈ മാനേജ്മെന്റ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടറുടെ ദൗർലഭ്യം അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പ്രതിനിധീകരിച്ച് അത് മിനിറ്റ്സിൽ പോലും രേഖപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് പാലായിലിരിക്കുന്ന HMC. എൻ്റെ പല അഭിപ്രായങ്ങളും അവിടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഒരാൾ മാത്രം പ്രതികരിക്കുന്നുണ്ട്. ബാക്കി നിങ്ങളെല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അതിനെതിരെ 3 പ്രതിഷേധ പരിപാടികൾ ഗവൺമെൻറ് ആശുപത്രി മിന്നൽ നടത്തിയവനാണ് ഞാൻ. ആശുപത്രി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് അവാർഡ് ഓരോ വർഷം മേടിക്കുക, തുടർച്ചയായിട്ട് അവാർഡ് മേടിക്കുന്ന ഒരു ആശുപത്രിയാണ്. എന്തെങ്കിലും പരാതിയുണ്ട്? അതെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകൾ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടുകൾ വരുന്നു. ആ ഫണ്ടുകൾ കൃത്യമായി ആശുപത്രിയിൽ വിനിയോഗിച്ചതിന്റെ ഭാഗമായി കോട്ടയം ഡിസ്ട്രിക്റ്റിൽ 4ാം സ്ഥാനം കിട്ടി. ഏതൊക്കെ അവാർഡുകളാണ് കിട്ടിയത്? സംസ്ഥാന അവാർഡാണോ അല്ലെ നാഷണൽ അവാർഡാണോ? അല്ല, സംസ്ഥാന അവാർഡ്. നാഷണൽ അവാർഡ് അവരും ഈ അടുത്ത കാലത്ത് പരിശോധന നടത്തി പോയിട്ടുണ്ട്. ആ അവാർഡ് നമുക്ക് കിട്ടും. കായകൽപ്പ അവാർഡ് എന്ന് പറയും. ആരോഗ്യ വകുപ്പിന്റെ കായകൽപ്പ അവാർഡ് നേടിയ കേരളത്തിലെ ഏക സ്ഥാപനം ജില്ല. അത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെയോ MLA-യുടെയോ MP-യുടെ കഴിവുകൊണ്ടല്ല,
നല്ലൊരു സൂപ്രണ്ട് ഈ ആശുപത്രിയിൽ വന്ന് അദ്ദേഹത്തിന് ഈ ആശുപത്രി വികസനിക്കുമെന്നുള്ള യാഥാർത്ഥ്യമുണ്ടായി. ഞാൻ ആ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉള്ളതുകൊണ്ട് എനിക്കറിയാം. അദ്ദേഹമാണ് അതിൻ്റെ പേപ്പർ വർക്കുകൾ മുനിസിപ്പാലിറ്റിയിലും ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്കും തിരുവനന്തപുരത്ത് വരെ പോയി കൊടുത്തുകൊണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യമാക്കിയത്. അങ്ങനെ ആ ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വന്നതുകൊണ്ടാണ് ഈ അവാർഡ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ്. കേന്ദ്ര ഫണ്ടിന് ഫണ്ടൊന്നുമല്ല, പാലാ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ്. അവരൊരു വർഷം ഒരു 4 കോടി രൂപ ഈ ബഡ്ജറ്റിൽ ഈ ആശുപത്രിയെ കൊടുക്കും. അങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടാക്കി അവരുടെ മാനദണ്ഡം അനുസരിച്ച് എല്ലാ സൗകര്യവും പാലിച്ചാണ് അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അവാർഡ് കൊടുക്കുന്നതിന്. ആ അവാർഡ് അനുസരിച്ചാണ് കൊടുത്തത്. ഇനി എന്തെങ്കിലും ജയസൂര്യനോ വിനീഷിനോ കുറവുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NHMൻ്റെ ഫണ്ട് വെച്ച് ഏത് കാര്യം ചെയ്യുക. തൃശ്ശൂർ അക്കൗണ്ട് തുറന്നതല്ലേ, തൃശ്ശൂർ കൊടുക്കാത്ത, നേമത്തിന് കൊടുക്കാത്ത, മുത്തോലിക്ക് കൊടുക്കാത്ത, പള്ളിക്കത്തോട് കൊടുക്കാത്ത എന്ത് കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ മുത്തോലിയിലെ അക്കൗണ്ട് പൂട്ടുമായിരുന്നോ? പള്ളിക്കത്തോടിലെ അക്കൗണ്ട് പൂട്ടുമായിരുന്നോ? നേമത്തെ അക്കൗണ്ട് പൂട്ടുമായിരുന്നോ? തൃശ്ശൂർ എന്താ കൊടുത്തേ നിങ്ങൾ പറ. അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തൃശ്ശൂർ ഒരു ആശുപത്രിയിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കുക. നിങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നല്ലോ, അവിടെ എന്ത് മണ്ണാങ്കട്ടയാണ് ചെയ്തത്? ഏതെങ്കിലും ഒരു കേന്ദ്ര ഫണ്ട് കൊടുത്തോ? യാതൊരു ചുക്കും ചെയ്തിട്ടില്ല. എന്തായാലും മെമ്പർ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പറയുന്ന ഇല്ലിക്കക്കല്ല് ടൂറിസത്തിന്റെ അവിടെ കേന്ദ്ര ഫണ്ടിൽ റോഡ് വികസനം ഉണ്ടായിരിക്കുന്നത്. റോഡ് വികസനം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തിന്റെ ധനകാര്യ മന്ത്രി ഗ്രീൻ ടൂറിസം പദ്ധതി രൂപീകരിച്ച 1685 രൂപ നാലമ്പല ഉൾപ്പെടെ ഗ്രീൻ ടൂറിസം പദ്ധതിയിലെ മേഖലകൾ ഉൾപ്പെടെ പൂഞ്ഞാറിന്റെ ഭാഗമായിരുന്ന മേലുകാവിലും ഉൾപ്പെടെ മൂന്നിലവിലും ഉൾപ്പെടെ തലനാടിൽ ഉൾപ്പെടെ ചെയ്തത് ഒരു കേന്ദ്ര ഗവൺമെന്റ് സഹായമില്ലെന്ന് ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ ഞാൻ വീട്ടിൽ ചെന്നാൽ ആദ്യം അതിന്റെ ഉത്തരവ് ഞാൻ തരും.